ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് വിത്ത് അനദർ വീഡിയോ. പക്ഷേ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം അറിയാം. ഗൈസ്, ശ്രീ ചിത്ര തിരുനാൾ രാജാവിൻ്റെ കാലഘട്ടങ്ങളിൽ സ്റ്റേഷൻ ഉണ്ടായ ഒരു സ്റ്റേഷനാണ് ഗൈസ് നമ്മുടെ ട്രിവാൻഡ്രം സെൻട്രലെന്ന് പറയാം കേട്ടോ. ഏകദേശം 1931 നവംബർ 4 ഈ ഒരു ട്രിവാൻഡ്രം സെൻട്രൽ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ പുനരാരംഭിക്കുന്നത്. പിന്നീട് നമുക്ക് പറയാനാണെങ്കിൽ വേറെ ഒന്നും അറിയത്തില്ല, ഇത്രയും അറിയത്തുള്ളൂ. പിന്നെ ഏറ്റവും ലോങ്ങസ്റ്റും പിന്നെ തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ എന്താ പറയുക, കേരളത്തിൽ തന്നെ കുറേ എല്ലാ ട്രെയിൻസും നിർത്തും. അതുപോലെ തന്നെ ഹൃദയ ഭാഗത്തുള്ള ഒരു റെയിൽവേ സ്റ്റേഷനും കൂടി നമുക്ക് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ നമുക്ക് വിശേഷിപ്പിക്കാമെന്നുള്ളൂ ഗൈസ്. ഗൈസ്, ഇപ്പം ഞാൻ എങ്ങോട്ട് പോകുന്നു എന്നുള്ള വിശേഷങ്ങൾ തമ്മിൽ ഞാനാണ് മനസ്സിലായിരിക്കും. ഗൈസ്, ഞാനും ഫാമിലി ആയിട്ട് നമ്മളിന്ന് നേരെ പോകുന്നു ഗൈസ് ചെന്നൈ MGR. ഇപ്പം നമുക്ക് സ്കൂൾ വെക്കേഷൻസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരെ പോകുന്നു ഗൈസ് ചെന്നൈയിലോട്ട്. അപ്പം അവിടെ കസിൻസും ഫാമിലി റിലേറ്റീവ്സൊക്കെ ഉണ്ട്. എന്തായാലും നമ്മുടെ ട്രെയിൻ വരുന്നത് 7:15 ട്രെയിനായിട്ടോ. നമ്മുടെ സ്പെഷ്യലാണെന്ന് തോന്നുന്നു, ഐ ഡോണ്ട് നോ, സ്പെഷ്യലാണെന്നൊക്കെയാണ് പറഞ്ഞത്. 7:15 ട്രെയിനുള്ളത്. ഇപ്പം നമുക്കിവിടെ സമയം ഏകദേശം 6 മണി ആവാറായി. എന്തായാലും നമ്മളൊരു 1 മണിക്കൂർ മുമ്പ് എത്തിയെന്നേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. സോ ഗൈസ്, എല്ലാവർക്കും ഈ ഒരു എപ്പിസോഡ് എന്ന് വെച്ചാൽ നമ്മുടെ ട്രിവാൻഡ്രം ടു ചെന്നൈ ഉള്ള എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മൾ ഇനിയും നല്ല ക്രിയേറ്റീവ് ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലൂടെ ഫാസ്റ്റൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ സോ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്ന ബെല്ലൈക്കൻ ചകയിൽ അടിച്ചു പൊട്ടിക്കാത്ത നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ സോ ഗൈസ്, ബൈ. നമുക്ക് നേരെ ട്രെയിനിൽ സമയം 7 മണിയായിട്ട് നമുക്ക് ബാക്കിയുള്ള വിഷയസ് ആക്കാം. ഓക്കെ. അപ്പോൾ ഗൈസ്, ഇതാ നമ്മുടെ ട്രെയിൻ കേട്ടോ. ഇത് നമ്മുടെ തിരുവനന്തപുരം ചെന്നൈ MGR സൂപ്പർ ഫാസ്റ്റ് സ്പെഷ്യൽ ട്രെയിനാണ്. നമ്മൾ 3rd ചെയർ എക്കണോമിക് ആയിട്ടോ ഗൈസ്. ഇവിടെ തന്നെ കൊല്ലച്ചിൽ കുറേ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മുടെ ക്യാബിനിലോട്ട് പോവാം. ഇങ്ങനെ ഒരു ക്യാബിൻ വരുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല കൂളിങ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ക്യാബിനാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ ഗൈസ്, വരുന്ന നമ്മുടെ ക്യാബിൻ ഇതാണ്. അപ്പം ഇതാണ് നമ്മുടെ സീറ്റ്. ഇത് ചേട്ടൻ ഫൈസൽ താഹ, ഇത് അമ്മ. ഹായ് പറ. അച്ഛൻ ഹായ്. ഗൈസ്, ഇതാണ് നമ്മുടെ സീറ്റ്. 36, 37, 33, 34. നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഒരു മിറർ കാണാൻ സാധിക്കും നമുക്ക്. പിന്നെ ഇവിടെ ഒരു റീഡിംഗ് ലാമ്പ് വിത്ത് USB ചാർജർ ഉണ്ട്. പിന്നെ ഒരു LED ലാമ്പും ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ചാർജിങ് പോർട്ട് കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് ഇവിടെ ലഗേജ് ഒക്കെ ഹാങ് ചെയ്യാനായിട്ടുള്ള സിസ്റ്റം. ഒരു 2 ക്യാബിനുണ്ട്. പിന്നെ ഇവിടെ ഫ്രണ്ടിലൊരു മിറർ, ലഗേജ് വയ്ക്കാനായിട്ട്. പിന്നെ പിന്നെ നമുക്ക് ഇവിടെ വേറൊരു പ്രത്യേകത ഉണ്ട്. നമുക്ക് ഇവിടെ പില്ലോയും ബ്ലാങ്കറ്റും കിട്ടുന്നുണ്ട്. നമ്മുടെ 3rd ചെയർ എക്കണോമിയിൽ ബ്ലാങ്കറ്റും പില്ലോയും കിട്ടുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. നമുക്ക് ട്രേ ടേബിൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കാം. കപ്പ് ഹോൾഡർ എല്ലാ ക്യാബിലും, ഫോൺ ഹോൾഡർ, നല്ലൊരു വ്യൂ ആണ്. ഗ്ലാസ്സൊക്കെ നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള. നമ്മുടെ ക്യാബിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തിറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒരു വാഷ് ബേസിനും പിന്നെ ഒരു ചെറിയൊരു മിറർ, അത്യാവശ്യം നല്ലൊരു മിററും കൂടിയുണ്ട്. പിന്നെ നമ്മുടെ ക്യാബിൻ്റെ പേര് M3 എന്ന. നമുക്ക് പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് ടോയ്ലറ്റ്. അത്യാവശ്യം നിങ്ങൾക്ക് ഏത് കമ്പാർട്ട്മെൻറ്റിലാണെങ്കിലും ടോയ്ലറ്റ് ചെറിയൊരു ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളൊരു ടോപ്പിക് എല്ലാവരും പറയാറുണ്ട്. സോ ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അവർ പറയുന്നത് വെച്ചാൽ ഇതാണ് പ്രശ്നം എന്ന് വെച്ചാൽ ചില ബാത്റൂം ടോയ്ലറ്റൊക്കെ പ്രശ്നമാണ്. ബട്ട് ഇതിലാണെങ്കിൽ കുഴപ്പമില്ല എന്നല്ല, ഗുഡ്, അടിപൊളി എന്നാണ് പറയാം. നമുക്ക് അവിടേക്കൊക്കെ അടിപൊളി. പിന്നെ കോറിഡോറിൻ്റെ അത്യാവശ്യം കുഴപ്പമില്ല, ഒരു ക്ലീൻ ഉണ്ട് ഗൈസ്. നമുക്ക് ഇത് ക്ലീൻ ഉണ്ടെന്നാണ് പറയാം. ഓക്കെ ഗൈസ്, നമ്മളെ വണ്ടി ഓൺ ടൈമാണ്. ഇപ്പം സമയം ഏകദേശം
ഏകദേശം 7:15 കറക്റ്റ് സമയത്ത് നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഫസ്റ്റ് സ്റ്റോപ്പ് വരുന്നത് കഴക്കൂട്ടാണ് ഗൈസ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കൊല്ലം സ്റ്റേഷൻ വരുന്നത് കേട്ടോ. നമ്മളങ്ങനെ ട്രിവാൻഡ്രത്തിൽ നിന്നും ബൈ ബൈ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് ഗൈസ് നമ്മുടെ യാത്ര ഗോയിങ് ടു ചെന്നൈ. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ കഴക്കൂട്ടം കഴിഞ്ഞ് അടുത്ത് നമ്മൾ നേരെ എത്തിയിട്ടുള്ളത് കൊയിലോൺ ജംഗ്ഷനാണ്, കൊല്ലം ജംഗ്ഷനാണ്. നമുക്കത് ഇങ്ങോട്ട് റോഡ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കാരണം രാത്രി ഇപ്പോൾ സമയം ഏകദേശം 8 മണി 8:12 ആയിട്ടുണ്ട് കേട്ടോ. സമയം ഏകദേശം 8 മണി 8:12 ആയിട്ടുണ്ട്. അതോ നമുക്ക് ഗൈസ് നമ്മുടെ കൊല്ലം ജംഗ്ഷന് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടില്ല. അതിന് മുമ്പ് ഇവിടെ എന്തോ പിടിച്ചിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അവിടെ നിന്ന് ഏതെങ്കിലും വണ്ടിയുടെ സിഗ്നലിൻ്റെ ഇഷ്യൂ ആയിരുന്നു കേട്ടോ ഗൈസ്. സിഗ്നലിൻ്റെ ഇഷ്യൂ ആയിരുന്നു. ആണ് ഇവിടെ വണ്ടി ഇങ്ങനെ പിടിച്ചിട്ടിരിക്കുന്നത്. ഇപ്പം സ്റ്റാർട്ട് ചെയ്യും. ഇപ്പം വണ്ടി മൂവ് ആവും. അതാ മൂവായി. നമ്മളിവിടെ ബ്രേക്ക് ഡിന്നർ, ഇത് ചപ്പാത്തിയും കുറുമ കറി. ഡിന്നർ ഫുഡ് കഴിച്ചിട്ട് വരാം. ഗൈസ് അങ്ങനെ നമ്മൾ കൊല്ലം സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. നമ്മുടെ അങ്ങനത്തെ രണ്ടാമത്തെ റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ രണ്ടാമത്തെ സ്റ്റോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, കൊയിലോൺ ജംഗ്ഷൻ. അപ്പോൾ ഗൈസ് നമ്മുടെ അങ്ങനത്തെ മൂന്നാമത്തെ സ്റ്റോപ്പ് ഫസ്റ്റ് ട്രിവാൻഡ്രം, പിന്നെ കഴക്കൂട്ടം, പിന്നെ കൊല്ലം. ഗൈസ് കൊല്ലത്തിൽ നമുക്ക് വിശേഷിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും നീളം കൂടിയ ഒരു റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയാം. ഈവൻ നമുക്കെന്താ റെയിൽവേയിൽ രണ്ടാമത്തെ നീളം കൂടിയ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയാം കേട്ടോ ഈ ഒരു കൊയിലോൺ ജംഗ്ഷൻ, അല്ലെങ്കിൽ കൊല്ലം ജംഗ്ഷൻ രണ്ടാമത്തെ സ്റ്റേഷൻ എന്ന് പറയാം. സോ ഇതാണ് നമ്മുടെ ട്രെയിനിൽ നിന്ന് വന്ന ലഗേജ് കാരണമൊക്കെ ഇങ്ങനെ ഇവിടെ ഇവരിങ്ങനെ കൊണ്ടിടും. കൊറിയർ കാരിലൊക്കെ ആണെന്ന് തോന്നുന്നു. ഗൈസ് നമ്മളങ്ങനെ കിടക്കേണ്ട സമയം ഏകദേശം 9 മണി 9:30 അടുപ്പിച്ചാൽ. ചേട്ടൻ അവിടെ ബെഡൊക്കെ വിരിക്കുകയാണ്. നമ്മൾ അത്യാവശ്യം നല്ലൊരു പവറുള്ളൊരു റീഡിങ് ലാമ്പാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. പിന്നെ അമ്മ താഴെ കിടന്ന അച്ഛൻ ഇവിടെ കിടക്കുമ്പോൾ അപ്പോൾ എൻ്റെ ബെഡ് ഇവിടെയാണ് കഴിച്ചത്. അപ്പോൾ ഫോണൊക്കെ നമ്മൾ ചാർജിലിട്ടിരിക്കുകയാണ്. ഒരു ബ്ലാങ്കറ്റ് ഉണ്ട്, പിന്നെ ഒരു പില്ലോ, പിന്നെ ബെഡിൽ വിരിക്കാൻ പറ്റുന്ന ഒരു മാറ്റ്. എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ്. ഇനിയും രാവിലെ കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യും. ഗൈസ് അടുത്ത സ്റ്റേഷൻ ആലപ്പുഴയാണ്. പറ്റുകയാണെങ്കിൽ ഇടയ്ക്ക് ഇറങ്ങുന്നത് വിഷ്വൽസ് ഞാൻ പകർത്തിത്തരാം ഗൈസ്. നമ്മളിങ്ങനെ കടന്നപ്പോൾ തന്നെ 9 മണിയായപ്പോൾ തന്നെ നമ്മുടെ ട്രെയിൻ ആലപ്പുഴ എത്തി. നല്ലൊരു ഇതാണ് നമുക്ക് പറയാം. എനിക്ക് വ്ളോഗ് എടുക്കാൻ തോന്നുന്നില്ല കാരണം ഭയങ്കര റഷാണ് യാത്ര റഷെന്നല്ല, അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റും പിന്നെ അത്യാവശ്യം നമുക്ക് ഉറങ്ങാൻ പറ്റുന്ന സെറ്റപ്പ് കാറിലൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഞാൻ പറയുന്നത് വെച്ചാൽ മേ ബി ഇനി എനിക്ക് ഉറങ്ങണം, അല്ലെങ്കിൽ നാളെ രാവിലെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ സോ ഗൈസ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ്. ആലപ്പുഴയിൽ വെച്ച് ഞാൻ ഫസ്റ്റ് എപ്പിസോഡ് നിർത്തുകയാണ്. ഇനി ഞാൻ രാവിലെ സെക്കൻഡ് എപ്പിസോഡ് നാളെ രാവിലെ മോർണിംഗ് ആയിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. മോർണിംഗ് ആയാൽ മതി. സോ എന്തായാലും ഗൈസ് എല്ലാവർക്കും വീണ്ടും ഒരു വെരി ഹാപ്പി ക്രിസ്മസ്, പിന്നെ ഹാപ്പി ഗുഡ് നൈറ്റ്. ഓക്കെ അപ്പോൾ ഗൈസ് ബൈ.